പിന്നീട് എപ്പോഴാണ് അവളുടെ ജീവിതത്തിന്റെ താളം തെറ്റിയത്? എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇതാ ആൽത്തറമൂട്ടിൽ സരസ്വതി. സത്യത്തിൽ എന്താ കിട്ടാത്തത് അത് പറയും. അതിപ്പോ ഞാന് അല്ല പറഞ്ഞോളൂ, അത് കേൾക്കാനാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഭാര്യക്ക് ഭർത്താവിന്ന് പറയൂ. സ്നേഹവും വാത്സല്യം കിട്ടുന്നില്ല. അവിടെ പോയി ഇരുന്നോളൂ. സരസ്വതിയുടെ അടുത്ത ചോദ്യം, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ? എന്താണ്? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി മുതൽ ഞാനും എന്റെ ഭർത്താവ് മുഖത്തോട് മുഖം നോക്കിയ കീരിയും പാമ്പുവാ. അല്ല സരസ്വതി, ഓ ആ പറഞ്ഞതിൽ എന്തോ ഒരു കല്ലുകടി ഉണ്ട്. സാറ് റേഷനറിയാണോ വാങ്ങിച്ച് തിന്നുന്നത്? എന്താ? അല്ല അതിനകത്തുള്ള ഇത്രയുള്ള റേഷനറിയാ കല്ല്. അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഭർത്താവ് നിങ്ങളുമായിട്ട് മുഖത്തോട് മുഖം നോക്കി ആദ്യ രാത്രി മുതൽ കീരിയും പാമ്പുമാണ്. ഓ 4 പിള്ളേരും ഉണ്ട്. ഓ കണ്ടിന്യൂ. ഞാൻ സരസ്വതിയുടെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആണോ? ആദ്യത്തെ ചപ്പാക്കുറ്റി ഞാൻ കളക്കം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മര്യാദ സംസാരിക്കരുത്. ഞാൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കാം നിങ്ങളെ. അങ്ങനെ പല സ്ത്രീകൾ കാണും, പല കുടുംബക്കാരും. നിങ്ങളെ കണ്ടറിയാം നിങ്ങളുടെ കുടുംബത്തിൽ അതൊക്കെയാണ് നടക്കുന്നത്. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല സാറേ. അറേഞ്ച്ഡ് എന്ന് ഒരു മര്യാദ വേണ്ടായോ? എന്റെ സരസ്വതി, അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബക്കാരും ബന്ധുക്കാരും ചേർന്ന് നടത്തിയ വിവാഹമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനെങ്ങനായിരുന്നു അർത്ഥം? അറേഞ്ച് എന്ന് പറഞ്ഞാൽ അതാണ്. ഇത്രയും ചേരേണ്ട അറേഞ്ച് മാറിയില്ല.